ഹരേ കൃഷ്ണ. ഇനി നമുക്ക് 5-ാമത്തെ ശ്ലോകം നോക്കാം. നൂനം വിഷ്ണുരയം നിഹന്യമുമിതി ഭ്രാമ്യദ്ഗദാഭീഷണം ദൈത്യേന്ദ്രം സമുപാദ്രവന്തമധൃതാ ദോർഭ്യാം പൃഥുഭ്യാമമും വീരോ നിർഗളിതോധ ഖഡ്ഗഫലകേ ഗൃഹ്ണൻ വിചിത്രശ്രമാൻ വ്യാവൃണ്വൻ പുനരാപപാതഭുവനഗ്രാസോദ്യതം ത്വാമഹോ. നമ്മൾ ഇത്രയും നേരവും ഈ കഴിഞ്ഞ 2 ശ്ലോകങ്ങളിൽ ഭഗവാന്റെ ആ നരസിംഹരൂപത്തിൻ്റെ വർണ്ണന, അതിൻ്റെ ആ ഒരു ഗാംഭീര്യം, പ്രൗഢി, രൗദ്രം തുടങ്ങി എന്താണ് ഭഗവാൻ ഇല്ലാത്തത് എന്ന് പറയുക വയ്യ. അതിനുമുണ്ടൊരു മഹത്വം, ഒരു മഹിമ എന്ന് തോന്നുന്ന വിധത്തിൽ അത്രമാത്രം ഭംഗിയായിട്ട് നമുക്ക് ആ ഒരു വർണ്ണന ഭഗവാന്റെ ആ നരസിംഹരൂപത്തെക്കുറിച്ചുള്ളത് കഴിഞ്ഞ 2 ശ്ലോകങ്ങളിൽ പറഞ്ഞു തന്നു. അപ്പോൾ പെട്ടെന്ന് തൻ്റെ മുൻപിലേക്ക് ചാടി വീണ ഈ ഒരു നരസിംഹമൂർത്തിയെ, ഈ ഒരു ഘോരരൂപത്തെ കണ്ടിട്ട് അമ്പരന്ന് നിന്നിരുന്ന ആ ഹിരണ്യകശിപു ഇപ്പോൾ ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഒന്ന് തൻ്റെ അമ്പരപ്പിൽ നിന്ന് ഉണർന്നു വരികയാണ്. എന്നിട്ട് എന്താ പറഞ്ഞത്? നൂനം വിഷ്ണുരയം നിഹന്യമുമിതി. നൂനം എന്ന് പറഞ്ഞാൽ ഉറപ്പാണ്. എന്താ? വിഷ്ണുരയം, വിഷ്ണുഹു അയമാണ് വിഷ്ണുരയം, ഇവൻ വിഷ്ണുവാണ് എന്ന് ഉറപ്പാണ്. കാരണം തൻ്റെ സഹോദരനായിട്ടുള്ള ഹിരണ്യാക്ഷനെ കൊന്ന ആ വിഷ്ണുവിനെ തേടിയാണ് താൻ അന്നു മുതൽ നടന്നുകൊണ്ടിരുന്നത്. ഇന്ന് എൻ്റെ മുൻപിൽ വന്നിരിക്കുന്ന ഇവൻ വിഷ്ണുവാണെന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ചെറിയ രൂപത്തിൽ വന്നിട്ട് ഇത്ര പെട്ടെന്ന് വലിയ രൂപത്തിലേക്ക് വളർന്നത്. എൻ്റെ സഹോദരനെ കൊല്ലുന്ന സമയത്ത് ഇത് തന്നെയായിരുന്നല്ലോ ഈ മായാവി കാണിച്ചത്. അതുകൊണ്ട് ഉറപ്പാണ് ഇവൻ വിഷ്ണുവാണ്. അതുകൊണ്ട് നിഹന്യമുമിതി, നിഹന്മി, അമും, ഇതി, ഇങ്ങനെ 3 വാക്കുകൾ ചേരുന്നതാണ് നിഹന്യമുമിതി. നിഹന്മി കൊല്ലുന്നുണ്ട്, അമും എന്ന് പറഞ്ഞാൽ ഞാൻ അതുകൊണ്ട് ഈ വിഷ്ണുവിനെ, ഇവനെ ഞാൻ ഇപ്പോൾ തന്നെ കൊല്ലുന്നുണ്ട് ഇതി എന്ന് പറഞ്ഞുകൊണ്ട് ഭ്രാമ്യദ്ഗദാഭീഷണം, ഭ്രാമ്യത് എടുത്ത് ചുഴറ്റിക്കൊണ്ട്, എന്ത്? ഗതയെടുത്ത് ചുഴറ്റിക്കൊണ്ട്, ഭീഷണം ഒരു ഭീഷണിയൊക്കെ മുഴക്കിക്കൊണ്ട്, നിന്നെ ഞാൻ ഇപ്പോൾ കൊല്ലും എന്നൊരു ഭീഷണിയൊക്കെ മുഴക്കി ഒരു രൗദ്രഭാവത്തോടുകൂടി എന്താ ചെയ്തത്? ദൈത്യേന്ദ്രം, ആ ദൈത്യന്മാരുടെ രാജാവായിട്ടുള്ള ഹിരണ്യകശിപു സമുപാദ്രവന്തമധൃത, സമുപാദ്രവന്തം അധൃത, ഇങ്ങനെ 2 വാക്കുകൾ ചേരുന്നതാണ് സമുപാദ്രവന്തം അധൃത. സമുപാദ്രവന്തം എന്ന് പറഞ്ഞാൽ ഓടി ഇങ്ങോട്ട് അടുക്കുക. ആരുടെ അടുത്തേക്ക്? ഈ നരസിംഹമൂർത്തിയുടെ അടുത്തേക്ക് ഓടി അടുക്കുകയാണ്. ആര്? ഹിരണ്യകശിപു. അധൃത എന്ന് പറഞ്ഞാൽ അങ്ങനെ വന്ന ആ ഓടി വന്ന ഹിരണ്യകശിപുവിനെ കയറി അങ്ങോട്ട് പിടിച്ചു ആ നരസിംഹമൂർത്തി. അധൃത എന്ന് പറഞ്ഞാൽ കടന്നു പിടിക്കുക. അങ്ങോട്ട് കടന്ന് പിടിച്ചു അങ്ങോട്ട് ഹിരണ്യകശിപുവിനെ. താനും കാത്തിരിക്കുകയായിരുന്നു. ഇവിടെ ഒരു വശത്ത് ഹിരണ്യകശിപു ഈ വിഷ്ണുവിനെ ഒന്ന് കയ്യിൽ കിട്ടാനായി കാത്തിരിക്കുകയായിരുന്നു. മറുവശത്ത് സാക്ഷാൽ ശ്രീഹരി ഭഗവാനും കാത്തിരിക്കുകയായിരുന്നു ഒരവസരത്തിന് വേണ്ടി. തൻ്റെ പ്രിയ പാർഷദനായിട്ടുള്ള ആ ജയവിജയന്മാരിൽ ഒരാളിനെ മാത്രമേ എനിക്ക് തിരിച്ചവിടെ എത്തിക്കാൻ പറ്റിയുള്ളൂ. ഇനി അടുത്ത ആളിനെയും കൂടി എനിക്ക് എത്തിക്കണം. ഞാനിങ്ങനെ കാത്തിരിക്കുകയാണ്. തന്നെയല്ല, തൻ്റെ ഭക്തനായിട്ടുള്ള ആ പ്രഹ്ലാദനെ ദ്രോഹിക്കുന്ന ഹിരണ്യകശിപുവെ ഞാൻ എടുത്തോളാം എന്നുള്ള ഒരു ഭാവത്തിൽ കുറേ നാളായി ആ ഭഗവാനും കാത്തിരിക്കുകയായിരുന്നു. അപ്പോൾ കാത്തിരുന്ന 2 പേരുടെ
ഒരു സമാഗമമാണ് ഇവിടെ നടക്കുന്നത്. ഭാവം രണ്ടാണെങ്കിലും കുറേ നാളായി രണ്ടുപേരുടെയും കാത്തിരിപ്പ് ഒന്നിനു വേണ്ടി തന്നെയായിരുന്നു, ഈ ഒരു അസുലഭ നിമിഷത്തിന് വേണ്ടിയിട്ട്. അങ്ങനെ ഹിരണ്യകശിപു ഓടിയെടുത്തപ്പോൾ ഭഗവാൻ കയറി, ആ നരസിംഹമൂർത്തി കയറി അങ്ങോട്ട് പിടിച്ചപ്പോഴോ ദോർഭ്യാം പൃഥുഭ്യാമമും. ദോർഭ്യാം എന്ന് പറഞ്ഞാൽ അവിടുന്ന് ആ തടിച്ച കൈകൾ കൊണ്ട്, പൃഥുഭ്യാം അമും എന്ന് പറഞ്ഞാൽ പൃഥുഭ്യാം എന്ന് പറഞ്ഞാൽ ഇവിടെ ആ ഭഗവാന്റെ തൻ്റെ തടിച്ച ആ കൈകൾ കൊണ്ട്, അമും എന്ന് പറഞ്ഞാൽ ആ ദൈത്യേന്ദ്രനെ, ആ ഹിരണ്യകശിപുവിനെ കയറി അങ്ങോട്ട് തടിച്ച കൈകൾ കൊണ്ട് കയറി അങ്ങോട്ട് പിടിച്ചു എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഭഗവാൻ ഭീമാകാര സ്വരൂപനാണ്. അസുരനായിട്ടും ഹിരണ്യകശിപു അത്രത്തോളം വരില്ല. അതുകൊണ്ട് ഭഗവാന്റെ കാര്യത്തിൽ നമുക്ക് പൊതുവെ അറിയാം, ആസുരികമായ ഒരു ശരീരപ്രകൃതി എന്ന് പറയുമ്പോൾ നമുക്കറിയാം നല്ല നീളവും വണ്ണവും ഒക്കെയുള്ള അല്ലേ, ഭയങ്കര അജാനുബാഹുക്കളായിരിക്കണം അവരൊക്കെ. അവരെയും കവച്ചു വെക്കുന്ന രീതിയിൽ, അവരെയും കടന്നു പോകുന്ന വിധത്തിൽ ഭഗവാൻ ഇപ്പോൾ ആകാശം മുട്ടെ വളർന്നത് കൊണ്ട് തന്നെ ഭഗവാന്റെ കൈകളുടെ തടി എത്രമാത്രം തടിച്ച കൈകളാണ് എന്ന് പറയുക വയ്യ. എന്നിരുന്നാലും ഒന്ന് സൂചിപ്പിച്ചു, തൻ്റെ തടിച്ച കൈകൾ കൊണ്ട് ആ നരസിംഹമൂർത്തി കയറി അങ്ങോട്ട് പിടിച്ചപ്പോഴോ വീരോ നിർഗളിതോഥ ഖഡ്ഗഫലകേ. വീരോ, ആ വീരനായിട്ടുള്ള ഹിരണ്യകശിപുവും മോശമല്ല അല്ലേ. നമുക്കറിയാം പരാക്രമിയാണ് ആ ഹിരണ്യകശിപു. അങ്ങനെയുള്ള ആ ഹിരണ്യകശിപു നിർഗളിത അഥ, ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് നിർഗളിതോഥ. അഥ എന്നാൽ അനന്തര ആ കയറി പിടിച്ചു കഴിഞ്ഞതും അനന്തര എന്താ ചെയ്തത്, ആ ഹിരണ്യകശിപു നിർഗളിത, ആ കയ്യിൽ നിന്ന് പിടിവിട്ട് പുറത്തു വന്നു. മഹാപരാക്രമശാലിയാണ്. ആ പരാക്രമം ആ ഒരൊറ്റ ഇതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം, ഹിരണ്യകശിപു നിസ്സാരനല്ല. ഭഗവാന്റെ ആ കയ്യിൽ നിന്നും കുതറി മാറിയ, പിടിവിടുവിച്ചു പുറത്തു വന്ന ആ ഹിരണ്യകശിപു ഖഡ്ഗഫലകേ. ഖഡ്ഗം എന്ന് പറഞ്ഞാൽ വാള്, ഫലകം എന്ന് പറഞ്ഞാൽ പരിച. വാളും പരിചയുമൊക്കെ എടുത്ത് ഗൃഹ്ണൻ വിചിത്രശ്രമാൻ. ഗൃഹ്ണൻ എന്ന് പറഞ്ഞാൽ അത് കയ്യിൽ എന്തിക്കൊണ്ട്, വിചിത്രശ്രമാൻ, വിചിത്രമായിട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള പല അടവുകളെയും കാണിച്ചു. ആരോടാണെന്ന് ആലോചിച്ചോണം, സാക്ഷാൽ ഭഗവാനോട്, ശ്രീഹരി ഭഗവാന്റെ മുൻപിൽ വന്നിട്ടാണ് ഈ അടവുകളൊക്കെ, ഈ വേലകളൊക്കെ കാണിക്കുന്നത്. ഈ മായാവിത്തരം കാണിക്കുന്ന ഭഗവാൻ ആരാണ്? സകല മായകൾക്കും അതീതനായിട്ടുള്ള ഭഗവാന്റെ അടുത്ത് വന്നിട്ടാണ് മായ കാണിക്കുന്നത്. ഭഗവാനെ മായ ഏൽക്കാത്ത ഒരേ ഒരിടമേ ഉള്ളൂ, മായയ്ക്ക് വർത്തിക്കാനാവാത്ത ഭഗവാനിങ്കൽ മാത്രം. ആ ഭഗവാന്റെ മുൻപിൽ വന്ന് മായ കാണിക്കുന്ന ബുദ്ധിശൂന്യനായിട്ടുള്ള മഹാപരാക്രമിയാണ് ഹിരണ്യകശിപു. അവിടെ വന്ന് വ്യാവൃൺവൻ പുനരാപപാത ഭുവനഗ്രാസോദ്യതം ത്വാമഹോ. അങ്ങനെ വ്യാവൃൺവൻ പലതരത്തിലുള്ള അഭ്യാസങ്ങളൊക്കെ കാണിച്ച് പുനരാപപാത, പുനഃ ആപപാത, ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് പുനരാപപാത. പുനഃ എന്ന് പറഞ്ഞാൽ വീണ്ടും ഇങ്ങനെ കുറേ അഭ്യാസങ്ങളൊക്കെ ഈ വാളും പരിചയമൊക്കെ വെച്ച് കാണിച്ചിട്ട് വീണ്ടും എന്ത് ചെയ്തു, ആപപാത, അങ്ങയുടെ നേരെ വീണ്ടും ചാടി വീണു അല്ലയോ ഭഗവാനെ. ഭുവനഗ്രാസോദ്യതം ത്വാമഹോ. ഭുവനഗ്രാസോദ്യതം, ഈ ഭുവനത്തെ മുഴുവൻ തന്നെയും വിഴുങ്ങുവാൻ പ്രാപ്തിയുള്ളതായിട്ടുള്ള, ഈ ലോകത്തെ ഒന്നാകെ പിടിച്ചു വിഴുങ്ങുവാനുള്ള കഴിവുള്ള അങ്ങയുടെ മുൻപിലേക്കാണ് ഇപ്പോൾ ഈ ഹിരണ്യകശിപു അങ്ങനെ ചാടി വീണിരിക്കുന്നത്. ത്വാമഹോ, ത്വാം അഹോ ആണ്, ത്വാമഹോ, അങ്ങനെയുള്ള അങ്ങയുടെ മുമ്പിലേക്ക്. അല്ലയോ, എന്തൊരു അതിശയമാണ് ഭഗവാനെ, എന്തൊരു വിചിത്രമാണ്. ഈ അസുരന്മാർക്ക് പൊതുവെ അങ്ങയുടെ ശക്തി തീരെ അറിയില്ല എന്ന് പറയുന്നതിന് ഏറ്റവും നല്ല ഉദാഹരണമാണിത്. ഈ ഭൂമണ്ഡലം മുഴുവൻ തന്നെയും, ഈ ബ്രഹ്മാണ്ടം മുഴുവൻ തന്നെയും ഓരോ പ്രളയകാലത്തും, ഓരോ നൈമിത്തിക പ്രളയകാലത്തും തൻ്റെ ഉദരത്തിലാക്കുന്ന ആ ഭഗവാന് ഈ ഒരു ചെറിയൊരു ഹിരണ്യകശിപുവിനെ നേരിടുക അത്ര ബുദ്ധിമുട്ടാണോ?
അല്ലെങ്കിൽ ഒരു വിഷയമാണോ? അങ്ങനെയുള്ള ഭഗവാന്റെ മുൻപിൽ, മായയ്ക്ക് അതീതനായിട്ടുള്ള ഭഗവാന്റെ മുൻപിൽ വന്നിട്ട് തൻ്റെ ആ ആസുരികമായ മായ ഉപയോഗിച്ച് പല ചെപ്പടി വിദ്യകളും കാണിച്ച് വാളും പരിചയം ഒക്കെ എടുത്ത് ഭഗവാന്റെ നേരെ ചാടി വീഴുന്നു. ആദ്യം ഗദ ചുഴറ്റിക്കൊണ്ടാണ് വന്നത്. എന്തിനാ? തൻ്റെ സഹോദരനായിട്ടുള്ള ഹിരണ്യാക്ഷനെ കൊന്ന ഈ വിഷ്ണുവിനെ ഞാൻ ഇപ്പോൾ തന്നെ കൊന്നുകളയുന്നുണ്ടെന്നും പറഞ്ഞ് അവിടെ ഭഗവാന്റെ ആ ഒരു പിടി ബലിഷ്ഠമായ കരങ്ങൾക്കുള്ളിൽ നിന്നും കുതറിമാറി പുറത്തു വന്ന ഹിരണ്യകശിപു ആദ്യം പ്രയോഗിച്ചത് തൻ്റെ ആസുരികമായ മായ കാണിക്കലാണ്. അസുരൻ്റേതായിട്ടുള്ള തൻ്റെ പ്രകൃത്യായുള്ള സ്വഭാവമാണ്, വാസനയാണ്, ഗുണമാണ് ഉടനെ പുറത്തു വന്നു. അതായത് ഭഗവാനിങ്കിൽ നിന്ന് പിടിവിട്ടാൽ ഉടൻ ഭഗവാനിൽ നിന്ന് എപ്പോൾ അകലുന്നുവോ അപ്പോഴൊക്കെ നമ്മുടെ ഉള്ളിൽ നിന്നും തമോ ഗുണവും രജോ ഗുണവും നമ്മൾ അറിയാതെ പുറത്തേക്ക് വരും. ഇതുപോലെയുള്ള പല മായകളിലും നമ്മൾ പെടുകയും ചെയ്യും, നമ്മൾ കാണിക്കുകയും ചെയ്യും. ഈ മായ എന്ന് പറയുമ്പോൾ പലതരത്തിലുള്ള വിചാരങ്ങളുടെ, വികാരങ്ങളുടെ ഒക്കെ ഒരു അപക്വതയാണ്. അപ്പോൾ ഇതൊക്കെ നമ്മളും കാണിക്കുന്നതാണ്. അത് തന്നെ ഇവിടെ ഹിരണ്യകശിപുവും കാണിച്ചിരിക്കുന്നു. ഭഗവാനിങ്കിൽ നിന്ന് പിടിവിട്ട് കുതറി പുറത്തു വന്നു കഴിഞ്ഞപ്പോൾ തൻ്റെ വാളും പരിചയം എടുത്തുകൊണ്ട് പലതരത്തിലുള്ള അഭ്യാസങ്ങൾ കാണിച്ചു. പക്ഷേ അതിനുശേഷം ആ അഭ്യാസങ്ങളൊക്കെ കാണിച്ച് ഭഗവാനെ ഒന്ന് വിരട്ടാമെന്നാണ് കരുതിയത്, ഒന്ന് ഭയപ്പെടുത്താം, ഞാൻ വലിയ മന്ത്രശാലിയാണ്, വലിയ ഇതുപോലെയുള്ള മായകളൊക്കെ കാണിക്കുന്ന ആളാണ്, മായാശാലിയാണ് എന്ന് കാണിച്ചു കൊടുത്തുകൊണ്ട് ഒന്ന് ഭഗവാനെ ഒന്ന് ഭയപ്പെടുത്തിയിട്ട് ഞാൻ ഇപ്പോൾ കീഴടക്കും, കൊന്നുകളയും ഈ ശ്രീഹരി ഭഗവാനെ എന്ന് ധരിച്ച ഹിരണ്യകശിപു അങ്ങനെ ഈ ചെപ്പടി വിദ്യകളൊക്കെ കാണിച്ചിട്ട് ഭഗവാന്റെ നേരെ അങ്ങോട്ട് ചാടി വീണു. അല്ലയോ ഭഗവാനെ, എന്തൊരു വിചിത്രമാണ് ഈ കാണുന്നതൊക്കെ. ഇവിടെ ഭഗവാനെ, ഈ ബ്രഹ്മാണ്ടത്തെ മുഴുവനും തന്നെ വിഴുങ്ങുവാൻ ശേഷിയുള്ള അങ്ങയുടെ മുൻപിലേക്കാണ് വെറും ഒരു കീടമായിട്ടുള്ള ഈ ഹിരണ്യകശിപു ഇതുപോലെ ഒരു അബദ്ധ ധാരണ വെച്ചുകൊണ്ട് തൻ്റെ ആസുരികമായ ആ ഒരു ബുദ്ധി വൈകല്യം, താനാണ് എല്ലാത്തിലും മികച്ചത്, തനിക്കെല്ലാത്തിനെയും കീഴ്പ്പെടുത്താനുമാകും എന്നുള്ള ആ ഒരു അബദ്ധധാരണ കൊണ്ട് എടുത്തു ചാടിയിരിക്കുന്നത്. അല്ലയോ ഭഗവാനെ, എന്തു പറയാനേ, എന്തു വിചിത്രമാണ് ഈ കാണുന്നത്. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. നൂനം വിഷ്ണുരയം നിഹന്യമുമിതി ഭ്രാമ്യദ്ഗദാഭീഷണം ദൈത്യേന്ദ്രം സമുപാദ്രവന്തമധൃതാ ദോർഭ്യാം പൃഥുഭ്യാമമും വീരോ നിർഗളിതോധ ഖഡ്ഗഫലകൗ ഗൃഹ്ണൻ വിചിത്രശ്രമാൻ വ്യാവൃണ്വൻ പുനരാപപാത ഭുവനഗ്രാസോദ്യതം ത്വാമഹോ. ഇവിടെ ഈ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നൂനം വിഷ്ണുരയമാണ്, അയം അവിടെ രായ്ക്ക് അകാരം കൊടുക്കുക. അതുപോലെ നിഹന്മ്യമുമിതി, നിഹന്മി അമും ഇതി, നിഹന്മ്യമുമിതി. ഇവിടെ നിഹന്മ്യമും എന്ന് പറയുന്നിടത്ത് മ്യ എന്ന അക്ഷരത്തിന് അകാരം കൊടുക്കുക. അതുപോലെ നിഹന്മ്യമും ഇതി ഇകാരം. പിന്നെ അടുത്തത് സമുപാദ്രവന്തം അധൃത. അവിടെ സമുപാദ്രവന്തം അധൃത ആണ്, മായ്ക്ക് അകാരം കൊടുത്ത് വായിക്കുക. പിന്നെ അടുത്ത പൃഥുഭ്യാം അമും, പൃഥുഭ്യാം അമും ആണ്, ആദ്യത്തെ മായ്ക്ക് അകാരം കൊടുക്കുക. പിന്നെ വീരോ നിർഗളിതോഥ ഖഡ്ഗഫലകോ, ഫലകവും അവിടെ നിർഗളിതോഥ, അവിടെ വിശ്ലേഷണമുണ്ട്, ഒകാരം നീട്ടിയെടുക്കുക. പിന്നെ ഭുവനഗ്രാസോദ്യതം, അത് കഴിയുന്നതും ചേർത്ത് തന്നെ വായിക്കാൻ ശ്രമിക്കുക. ത്വാമഹോ, ത്വാം അഹോ ആണ്, മായ്ക്ക് അകാരം കൊടുത്ത് വായിക്കുക. ഇനി അടുത്ത നമുക്ക് ആറാമത്തെ ശ്ലോകം നോക്കാം. ഭ്രാമ്യന്തം ദിതിജാധമം പുനരപി പ്രോദ്ഗ്രഹ്യദോർഭ്യാം ജവാദ്വാരേധോരുയുഗേ നിപാത്യ നഗരാൻ വ്യുൽഖായ വക്ഷോ ഭുവി നിർഭിന്ദന്നധിഗർഭനിർഭരകളദ്രക്താംബുബദ്ധോത്സവം
പായം പായമുദൈരയോ ബഹുജഗത് സംഹാരി സിംഹാരവാൻ. ഈ ഒരു ശ്ലോകത്തിലാണ് ഭഗവാന്റെ കാരുണ്യം ശരിക്കും ഹിരണ്യകശിപുവിലേക്ക് ഒഴുകുന്നത് നമ്മൾ കാണുന്നത്. ഭ്രാമ്യന്തം ദിതിജാഥമം, ഭ്രാമ്യന്തം ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുക, വട്ടം കറങ്ങിക്കൊണ്ടിരിക്കുന്ന, പിടികൊടുക്കാതെ വട്ടം ചുറ്റിത്തിരിയുന്ന ദിതിജാഥമം. ദിതിദേവിക്ക് ഉണ്ടായ പുത്രന് ഹിരണ്യകശിപു. എങ്ങനെയുള്ളത്? അധമം, അധമനായിട്ടുള്ള ആ ഹിരണ്യകശിപു പുനരപി വീണ്ടും പ്രോൽഗ്രഹ്യ ദോർഭ്യാം ജവാദ്വാരേധോരുയുഗേ, പ്രോൽഗ്രഹ്യ ദോർഭ്യാം ജവാദ്വാരേധോരുയുഗേ. പ്രോൽഗ്രഹ്യ ദോർഭ്യാം, പ്രോൽഗ്രഹ്യ എന്ന് പറഞ്ഞാൽ പിടിച്ചങ്ങോട്ട് ഉയർത്തിയെടുക്കുക. ദോർഭ്യാം രണ്ട് കൈ കൊണ്ടും പിടിച്ചങ്ങോട്ട് ഉയർത്തി അങ്ങോട്ട് എടുത്തു. എന്തേ ഇവിടെ ഇപ്പം 2 വട്ടം, ആദ്യത്തെ ഒരു പ്രാവശ്യം ഭഗവാൻ പിടിച്ചതായിരുന്നു, പിടിയിൽ നിന്ന് കുതറിപ്പോയി. രണ്ടാമത് പലവട്ടമായി ഇങ്ങനെ ഭഗവാന് പിടി കൊടുക്കാതെ ഓരോ ചെപ്പടി വിദ്യകൾ കാണിച്ച് രക്ഷപ്പെട്ട് ഇങ്ങനെ വട്ടം കറങ്ങുകയാണ് കിടന്ന്. എന്താ ഒരിടത്ത് നിൽക്കാനാവില്ല, ഭഗവാൻ പിടിച്ചെങ്കിലോ എന്നുള്ള ഒരിത്. അങ്ങനെ ഓരോ ഭഗവാനെ മയക്കുവാൻ ഓരോ മായകൾ കാണിച്ചുകൊണ്ട് അവിടെ ഇവിടെയായിട്ട് വട്ടം കറങ്ങിക്കൊണ്ടിരുന്ന ആ ഹിരണ്യകശിപുവിനെ, ദിതിജാഥമ അധമനായിട്ടുള്ള ഹിരണ്യകശിപുവിനെ ഭഗവാൻ അങ്ങോട്ട് കയറി പിടിച്ചിട്ട് ജവാദ്വാരേധോരുയുഗേ. ജവാദ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് 2 കൈകളും കയറി അങ്ങോട്ട് പിടിച്ചിട്ട് ദ്വാരേധോരുയുഗേ, ദ്വാരേ അഥ ഊരുയുഗേ, ഇങ്ങനെ 3 വാക്കുകൾ ചേരുന്നതാണ് അവിടെ. ജവാദ്വാരേധോരുയുഗേ, ജവാദ്, ദ്വാരേ, അഥ ഊരുയുഗേ, ഇങ്ങനെ 4 വാക്കുകൾ അവിടെ വരുന്നുണ്ട്. ജവാദ് എന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് കയറി അങ്ങോട്ട് പിടിച്ചിട്ട്, ദ്വാരേ ആ ഒരു പടിവാതിലിൽ, ആ ഉമ്മറപ്പടിയിന്മേൽ, അഥ അനന്തരം, ഊരുയുഗേ തൻ്റെ യുഗേ എന്ന് പറഞ്ഞാൽ 2, ഊരുയുഗേ ഊരു തുടകൾ, തൻ്റെ 2 തുടകളിലായിട്ടങ്ങോട്ട് നിപാത്യ മലർത്തി അങ്ങോട്ട് കിടത്തിയിട്ട് നഖരാൻ വ്യുൽഖായ വക്ഷോഭുവി. നഖരാൻ തൻ്റെ ആ കൂർത്തുമൂർത്ത നഖങ്ങൾ കൊണ്ട്, നമ്മൾ മുമ്പേ ഭഗവാന്റെ നഖത്തെക്കുറിച്ച് വർണ്ണിച്ചപ്പോൾ ഇവിടെ ശ്രീ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് പറയുകയുണ്ട്, അതിൽ നിന്ന് അങ്ങനെ വമിക്കുന്ന ആ രശ്മികൾക്ക് പോലും ഒരു ഭീകരത നിഴലിക്കുന്നുണ്ട്, ഒരു രൗദ്രഭാവം നിഴലിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെയുള്ള ആ നഖങ്ങൾ കൊണ്ട് വ്യുൽഖായ വക്ഷോഭുവി, വ്യുൽഖായ എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പിളർന്നു. 2 കൈകൊണ്ടും നഖം അങ്ങോട്ട് അമർത്തിയിട്ട്, എവിടെ? വക്ഷോഭുവി, മാറിടത്തിലേക്ക് അങ്ങോട്ട് അമർത്തിയിട്ട് വലിച്ചങ്ങോട്ട് പിളർന്നിട്ട് നിർഭിന്ദന്നധിഗർഭ നിർഭരകളദ്രക്താംബു, നിർഭിന്ദൻ അധിഗർഭ നിർഭരകളത് രക്താംബു, ഇങ്ങനെ 3 വാക്കുകൾ വരുന്നുണ്ട്. നിർഭിന്ദൻ എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് അങ്ങനെ അങ്ങോട്ട് മാറിടം വലിച്ചങ്ങോട്ട് കീറിയപ്പോൾ പുറത്തേക്ക് അണ പൊട്ടി ഒഴുകിയതുപോലെ ഒഴുകിക്കൊണ്ടിരുന്ന ആ രക്തത്തെ, നിർഭരകളത്, നിർഭിന്ദൻ അധിഗർഭ നിർഭരകളത്, അങ്ങനെ പുറത്തേക്ക് അതിശക്തിയായി ഇടവിടാതെ ഒഴുകിക്കൊണ്ടിരുന്ന രക്തത്തെ, രക്താംബു ബദ്ധോത്സവം, ആ രക്തത്തെ എടുത്തിട്ട് ഭഗവാനെ അവിടുന്ന് ബദ്ധോത്സവം എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ഉത്സവം എന്ന് പറഞ്ഞാൽ ആ ലഹരി അങ്ങോട്ട് വീണ്ടും അങ്ങോട്ട് പായം വീണ്ടും അങ്ങോട്ട് എടുത്ത് കുടിച്ചു. അപ്പോൾ തൻ്റെ 2 കൈകളിലെ നഖത്തെ, കൂർത്ത നഖത്തെ മാറിടത്തിലേക്ക് അമർത്തിയിട്ട് മാറിടം വലിച്ചങ്ങോട്ട് കീറി അവിടെ നിന്നും പുറത്തേക്ക് അനിർഗളം ഒഴുകിക്കൊണ്ടിരുന്ന ആ രക്തത്തെ 2 കൈകൊണ്ടും എടുത്തങ്ങോട്ട് വേണ്ടുവോളം കുടിച്ചിട്ടോ ബഹുജഗത് സംഹാരി സിംഹാരവാൻ,
ഉദൈരയോ, പായം പായം ഉദൈരയോ. ഇവിടെ പായം പായം ഉദൈരയഃ, ഇങ്ങനെ രണ്ട് വാക്കുകളുണ്ട്, പായമുദൈരയ എന്ന് പറയുന്നിടത്ത്. അപ്പോൾ ഉദൈരയഃ എന്ന് പറഞ്ഞാൽ പുറപ്പെടുവിച്ചു. എന്ത്? ബഹുജഗത് സംഹാരി സിംഹാരവാൻ. ബഹുജഗത് സംഹാരി. ബഹു എന്ന് പറഞ്ഞാൽ ധാരാളം അങ്ങോട്ട് പുറപ്പെടുവിച്ചു എന്ന് പറഞ്ഞാൽ വല്ലാതെ അങ്ങോട്ട് ഗർജിച്ചു. എന്താ പറഞ്ഞത്? ജഗത് സംഹാരി. ഈ ജഗത്തിനെയൊക്കെ സംഹരിക്കുവാൻ ശേഷിയുള്ളതായിട്ടുള്ള സിംഹാരവാൻ. ആ സിംഹനാദം മാത്രം മതി ഈ ജഗത്തിനെ തന്നെ സംഹരിക്കുവാൻ. അങ്ങനെയുള്ള ആ സിംഹനാദം വീണ്ടും വീണ്ടും പുറപ്പെടുവിച്ചുകൊണ്ടിരുന്നു എന്ന് പറഞ്ഞാൽ ആ മാറിടം പിളർന്ന രക്തം കുടിച്ചിട്ടും അടങ്ങാത്ത ആ നരസിംഹമൂർത്തി ആ കോപത്താൽ അങ്ങനെ സിംഹനാദം പുറപ്പെടുവിച്ചുകൊണ്ടിരുന്നു, ഗർജിച്ചുകൊണ്ടിരുന്നു. ആ ഗർജനം ഈ ജഗത്തിനെ തന്നെ സംഹരിക്കുവാൻ പര്യാപ്തമായിരുന്നു. അത്ര ഭീകരത, അത്രമാത്രം ഒരു രൗദ്രത ആ ഒരു ഗർജനത്തിനുണ്ടായിരുന്നു. അല്ലയോ ഭഗവാനെ, എൻ്റെ ഗുരുവായൂരപ്പ, ഇതൊക്കെ ആ സദസ്സിൽ നിന്ന് നേരിട്ട് കണ്ടവരുടെ ഒരു അവസ്ഥ നമുക്കൊക്കെ സങ്കല്പിക്കുവാൻ പോലും കഴിയാത്തത്ര ഒരു ഭീതിതമായ ഒരു അന്തരീക്ഷത്തിലാണ് ഇപ്പോൾ ഈ അവസ്ഥയിൽ നമ്മളൊക്കെ നിൽക്കുന്നത്. ഭഗവാൻ ആ ഹിരണ്യകശിപുവിനെ തൻ്റെ നേരെ വീണ്ടും മായകളൊക്കെ കാണിച്ചുകൊണ്ട് ചാടി വീണ ഹിരണ്യകശിപുവിനെ തൻ്റെ രണ്ട് തടിച്ച കൈകൾ കൊണ്ട് പൊക്കി അങ്ങോട്ട് എടുത്തിട്ട് നേരെ കൊണ്ടുപോയത് ആ ഉമ്മറപ്പടിയിലേക്കാണ്. അതാകുമ്പോൾ അകത്തുമല്ല പുറത്തുമല്ല. എന്നിട്ടോ ആയുധങ്ങളൊന്നും ഉപയോഗിച്ചില്ല. എന്തേ ചെയ്തു? തൻ്റെ കൂർത്ത നഖങ്ങൾ കൊണ്ട് ആ മാറിടം അങ്ങോട്ട് വലിച്ചു പിളർന്നു. അപ്പോഴോ മനുഷ്യനുമല്ല മൃഗവുമല്ല വധിച്ചത്, അകത്തുമല്ല പുറത്തുമല്ല, അകത്തു വെച്ചോ പുറത്തു വെച്ചോ അല്ല വധിച്ചത്. അതേപോലെ ആ ഉമ്മറപ്പടിയിലായിരുന്നു. പിന്നെയൊന്ന് രാത്രിയുമല്ല പകലുമല്ല, സന്ധ്യ സമയത്തായിരുന്നു. അത് രാത്രിയുമല്ല പകലുമല്ല, അതിൻ്റെ രണ്ടിൻ്റെയും കൂടി സംഗമവേദിയാണത്. അതുകൊണ്ട് ആ സന്ധ്യ സമയത്ത് ഉമ്മറപ്പടിയിലേക്ക് എടുത്തു വെച്ച് ഭഗവാനെ അവിടുന്ന് വലിച്ചു കീറി ആ രക്തം വീണ്ടും വീണ്ടും ധാരാളം കുടിച്ചു. എന്നിട്ടും അവിടുത്തേക്ക് ആ രോഷമടങ്ങാതെ അവിടുന്ന് ആ രക്തമൊഴുകുന്ന ആ ഹിരണ്യകശിപുവിൻ്റെ രക്തത്താൽ കുതിർന്ന ആ രോമങ്ങൾ, കീഴ്ത്താടിയിലെയും മേൽത്താടിയിലെയും ഒക്കെ ആ രോമങ്ങൾ, അതൊക്കെ അങ്ങനെ വിറയ്ക്കുകയായിരുന്നു ആ ഗർജനത്തിൽ. ആ രക്തത്തുള്ളികൾക്ക് പോലും ഒരു വിറയൽ അനുഭവപ്പെട്ടു. അല്ലയോ ഭഗവാനെ, എൻ്റെ കൃഷ്ണ ഗുരുവായൂരപ്പ, ദുഷ്ടരെ നിഗ്രഹിക്കുവാൻ അവിടുന്ന് ഏതു മാർഗവും സ്വീകരിക്കും. അതിലേറെ ഭക്തരെ സംരക്ഷിക്കുവാൻ, തൻ്റെ ഭക്തനായ ഭക്തപ്രഹ്ലാദനെ സംരക്ഷിക്കുവാൻ അവിടുന്ന് ഇതുപോലെയുള്ള ഏത് വേഷവും ധരിച്ച് അവിടുന്ന് എത്തും. അവിടുന്ന് കൈവിടില്ല ഭക്തരെ എന്ന് കാണിച്ചു തരികയാണ് നമുക്കൊക്കെ ഈ ഒരു ശ്ലോകത്തിലൂടെ. നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. ഭ്രാമ്യന്തം ദിതിജാധമം പുനരഭിപ്രോൽഗ്രഹ്യദോർഭ്യാം ജവാദ്വാരേധോരുയുഗേ നിപാത്യ നഖരാൻ വ്യുൽഖായ വക്ഷോ ഭുവി നിർഭിന്ദന്നാധിഗർഭനിർഭരകളദ്രക്താംബുബദ്ധോത്സവം പായം പായമുദൈരയോ ബഹുജഗത് സംഹാരി സിംഹാരവാൻ. ഈ ഒരു ശ്ലോകത്തിലും സമസ്ത പദങ്ങൾ കുറേയേറെയുണ്ട്. നമുക്ക് നോക്കാം. ഈ വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ദിതിജാധമം, അധമം. അതേപോലെ ജവാദ്വാരേധോരുയുഗേ, ആ ജവാദ്വാരേധോരു, ആ ദ്വാരേധോ, അവിടെ വിശ്ലേഷണമുണ്ട്. കാരം നീട്ടിയെടുക്കണം. അപ്പോൾ മാത്രമേ അത് ദ്വാരേ അധ ഊരുയുഗേ ആവുകയുള്ളൂ. ദ്വാരേധോരുയുഗേ, അവിടെ ഊരുയുഗേ എന്ന പദം പിരിക്കണ്ട, പറഞ്ഞു എന്ന് മാത്രം. പിന്നെ അടുത്തത് നിർഭിന്ദന്നധിഗർഭ നിർഭരകളദ്രക്താംബു, ദ്രക്താംബു, അവിടെ അദ്ര ശരിക്ക് വരണം. അതുപോലെ അത്രയും ഇത് നിർഭിന്ദൻ അധിഗർഭ നിർഭരകളദ്രക്താംബു ആണ്. പക്ഷെ പദം പിരിക്കണ്ട, അവിടെ നിർഭിന്ദന്ന ആ ഇന്നായിക്ക്
കൂട്ടക്ഷരം ന വരുന്നിടത്ത് അകാരം കൊടുത്തു വായിക്കുക. നിർഭിന്ദന്നധിഗർഭ നിർഭരകളദ്രക്താംബു, അവിടം വരെയും കഴിയുന്നതും ചേർത്ത് തന്നെ വായിക്കാൻ ശ്രമിക്കുക. പിന്നെ അടുത്തത് പായം പായമുദൈരയോ, പായം ഉദൈരയാണ്, അവിടെയും ശ്രദ്ധിക്കുക, മായ്ക്ക് ഉകാരം കൊടുക്കുക. ബഹുജഗത് സംഹാരി സിംഹാരവാൻ, അത് കഴിയുന്നതും ചേർത്ത് തന്നെ വായിക്കുക. ഇത് ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ശ്ലോകത്തിൽ ശ്രദ്ധിക്കുവാനായിട്ടുള്ളത്. ഇനി അടുത്തത് 7ാമത്തെ ശ്ലോകമാണ്. അത് നമുക്ക് അടുത്ത സത്സംഗത്തിൽ കാണാമെന്ന് കരുതുന്നു. ഹരേ കൃഷ്ണ.